ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഈശോ തൻ്റെ വിധിയുമായി കടന്നു വരുമ്പോൾ അതിന് പറയുന്നത് സന്ദർശനം എന്നാ, വിസിറ്റേഷൻ. എൻ്റെ സന്ദർശനത്തിന്റെ ദിവസം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈശോ ഇങ്ങനെ പറഞ്ഞാൽ ഈ സുവിശേഷം അവസാനിക്കുന്നത്. ആ സന്ദർശനം, ഈശോയുടെ രണ്ടാം വരവിന്റെ ആ വിധിയുടെ സന്ദർശനവുമായി ഈശോ കടന്നു വരുമ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നു. ഈശോയുടെ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പം ഈശോ മനുഷ്യാവതാരം ചെയ്ത സന്ദർശനം എന്ന രീതിയിൽ തന്നെ നമ്മൾ എടുക്കാം. എന്നിട്ട് അതിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിവിടെ കാണുന്നത്, സകൃതം തൂത്തെറിയപ്പെടും, കല്ലിന്മേൽ കല്ല് അവശേഷിക്കത്തില്ല എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ 44-ാമത്തെ വാക്യമായിട്ട് വായിക്കുന്നത്. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കും, നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ദേ വിൽ നോട്ട് ലീവ് വൺ സ്റ്റോൺ ഓൺ അനദർ, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ഈ ഈശോയുടെ പ്രവചനം 70 AD പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് കുരിശിന്റെ വഴിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെയും നിന്റെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് പറയുന്നുണ്ട് മുസ്ലിം പുത്രിമാരോട്. പിന്നെ അതിനകത്ത് പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ജെറുസലേം മുഴുവൻ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് ഈശോ പ്രവചിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. 70 AD റോമൻ അധിനിവേശത്തിൽ സകലവും തകർത്തെറിയപ്പെട്ടു. ഇപ്പോഴും നമ്മൾ ജെറുസലേമിൽ ചെല്ലുമ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ വീപ്പിംഗ് വാൾ, വിലാപ മതിൽ എന്ന് പറയപ്പെടുന്ന ഒരു ഒറ്റ മതിൽ മാത്രമേ എളുപ്പമുള്ളൂ. ബാക്കി മുഴുവനും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നമ്മളിവിടെ ഈ ഒരു വാക്യം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് കുറച്ചും കൂടി കൊണ്ടുവരുന്ന നല്ലതാണ്. ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. സത്യത്തിൽ ഈ ജെറുസലേം ദേവാലയം ഒരു അഹങ്കാരത്തിന്റെ ഒരു അവതരണമായിരുന്നു. യഥാർത്ഥത്തില് വിലയേറിയ കല്ലുകളാലും രത്നങ്ങളാലും ഒക്കെ മോടി പിടിപ്പിക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തെ, അതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈശോ അവിടെയും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മൊത്തം തകർത്തെറിയാൻ പോവുകയാണ് ഈശോ പറയുന്നുണ്ട്. സഭയ്ക്കുള്ളിലാണെങ്കിൽ പോലും അഹങ്കാരത്തിന്റെ പേരിൽ പടുതുയർത്തുന്നതെല്ലാം ബാബേൽ തന്നെയാണ്. ഈ ബാബേലിന്റെ, പഴയ നിയമത്തിലെ ബാബേൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേലിന്റെ സംഭവം നമുക്കറിയാമല്ലോ. ഈ അഹങ്കാരത്തിന്റെ പേരിൽ പടുത്തുയർത്തുന്നത് എന്താണെങ്കിലും അത് ബാബേലാണ്. സ്ഥാപനമാണെങ്കിലും, അത് നമ്മളുടെ കുടുംബമാണെങ്കിലും, വീടാണ്, എന്ത് പടുത്തുയർത്തിയാലും ഒരു അഹന്തയുടെ പേരിൽ പടുത്തുയർത്തുന്നതല്ല. നമ്മുടെ ആവശ്യത്തിന്റെ പേരിലല്ല, അഹന്തയുടെ പേരിൽ പടുത്തുയർത്തുന്നു അല്ലെങ്കിൽ സ്വരുക്കൂട്ടുന്നു എന്നൊക്കെ പറയാം. സ്വരുക്കൂട്ടുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ കല്ലിന്മേൽ കല്ലടിക്കി ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പോക്കറ്റ് വീർപ്പിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതോ കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ഈ കല്ലിന്മേൽ കല്ലടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ സകലതും തകർത്തെറിയാൻ പോവുകയാണെന്ന് ഈശോ നമുക്ക് ഒരു താക്കീത് നൽകിയ, എൻ്റെ സന്ദർശനത്തെ നീ ശ്രദ്ധിച്ചില്ല, എൻ്റെ വിസിറ്റേഷനെ നീ ശ്രദ്ധിച്ചില്ല, സകലവും തകർത്തെറിയാൻ പോവുക. ഈ ഒരു സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ അഹന്തയോടുകൂടി കെട്ടിപ്പടുത്തിയത് എന്താണ്, ആർത്തിയോടുകൂടി വെട്ടിപ്പിടിച്ചത് എന്താണ്? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. എന്താണെങ്കിലും അത് കർത്താവിൻ്റെ ന്യായവിധിയാണ്, നീതിവിധിയാണ് അത് സംഭവിക്കേണ്ടി. ഇപ്പം നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന, ആർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ പണത്തിന്റെ പുറകെ ഓടി പണം ഇങ്ങനെ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ 5 പൈസ ഉപകരിക്കാത്ത രീതിയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടാൻ പോവുക. പലതും പ്രശസ്തിയും പദവിയും ഒക്കെ അധികാരവും ഒക്കെ നമ്മളിങ്ങനെ കെട്ടിപ്പടുത്തിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടാൻ പോവുക. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ അമിത ഈ ക്രിസ്തുരാജന്റെ തിരുനാളിലേക്ക് പോകുമ്പോൾ സുവിശേഷ ഭാഗങ്ങളായത്. ക്രിസ്തുരാജന്റെ അധികാരത്തോടുകൂടി നടത്താൻ പോകുന്ന ഒരു വിധി പ്രസ്താവനയായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. അത് കൃത്യമായും നമ്മുടെ ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യകരമായ വിധി ഉണ്ടാവാതിരിക്കാൻ, ഒരു നാശം ഉണ്ടാവാതിരിക്കാൻ, ആർത്തിയില്ലാതെ, അഴിമതിയില്ലാതെ, അനീതിയില്ലാതെ, അഹങ്കാരമില്ലാതെ
ജീവിച്ച് മുന്നോട്ടുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.